ഹലോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ ഏർലി മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ അതിരാവിലെ എഴുന്നേറ്റതിന് ശേഷം മോളുടെ സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാണ്. ഇന്ന് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാറാനെ ഇന്ന് ക്ലാസ്സിൽ വിട്ടില്ല. കുറച്ച് ഡേയ്സ് അവളുടെ ക്ലാസ് മിസ്സാവും. അപ്പോൾ ഇന്നലത്തെ സാറയുടെ സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എടുത്ത കൊക്കനട്ട് ഞുറുക്ക്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊക്കനട്ട് മിൽക്ക് ഞുറുക്ക്, പിന്നെ കുറച്ച് ബട്ടർ കുക്കീസ്, അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഫ്രൂട്ട്സ്, അങ്ങനെ സാറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സുകളുടെ കാര്യങ്ങളെല്ലാം അടുപ്പിക്കുകയാണ്. അപ്പം ഇന്ന് സ്നാക്കായിട്ട് ബ്രെഡ് ബട്ടർ സ്പ്രെഡ് ചെയ്തതാണ്, പിന്നെ ഒരു 1-2 ബട്ടർ കുക്കീസ്, പിന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഞുറുക്ക്, പിന്നെ ഫ്രൂട്ടായിട്ട് ആപ്പിളും അതുപോലെ തന്നെ മുസമ്പിയുമാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കോക്കനട്ട് മിൽക്ക് ഞുറുക്കെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഞുറുക്കെന്ന് പറയുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ്, സ്വീറ്റും ഫ്ലേവറും ഒക്കെയാണ് ആ ഞുറുക്കിൽ. ഭയങ്കര ടേസ്റ്റാണ്, നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. അപ്പോൾ അമ്മ റെസ്റ്റോറൻറ്റിൽ എപ്പോൾ കഴിക്കാൻ പോയാലും നമ്മൾ ആ ഒരു പാക്കറ്റ് ഞുറുക്ക് എടുക്കൽ പതിവാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബ്രെഡ് വെക്കുകയാണ്. പിന്നെ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. മുസമ്പി ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മുറുക്കാണെങ്കിലും ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഇന്നും നാളെയും എന്നൊക്കെ പറയുന്നത്. അതായത് ഈ സ്നാക്ക് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും. അപ്പോൾ ഒരുപാട് കാര്യം എന്താ വെച്ചാൽ, പോകുന്നതിൻ്റെ തലേന്ന് ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു കസിൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഒരു കൂട്ട് ഒക്കെ കിട്ടിയപ്പോഴത്തേനും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തതാണ്. എന്നാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂട്ട് കിട്ടിയപ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊരു 3-4 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത്, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ സാറയുടെ സ്നാക്ക് ബോക്സ് റെഡിയാക്കി. ഇനി അവൾക്ക് വാട്ടർ ബോട്ടിലിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയ രീതിയിലുള്ള നാട്ടിൽ പോകാനുള്ള ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സാറയ്ക്ക് നാട്ടിൽ പോകുമ്പോഴത്തേനും കുറച്ച് ഡ്രോയിങ് ബുക്കും കളേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തായിരുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അവൾ ഒതുങ്ങി വഴക്കൊന്നുമില്ലാതെ വീട്ടിലിരുന്നോളും. അപ്പോൾ കുറച്ച് അവൾക്ക് കളർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ മുതൽ അവൾ നല്ല രീതിയിൽ കളർ ചെയ്യുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള അവളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണേൽ ഇരുന്നല്ലോ. ഫ്ലൈറ്റിലാണെങ്കിലും നമുക്ക് 4 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ അപ്പോഴാണേലും അവൾ ഹാപ്പി ആയിട്ട് കളറും ചെയ്തിരുന്നോളും. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും അവൾ ഓക്കെ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാറാക്ക് എടുത്തതാണ് കുറച്ച് ക്രയോൺസും അതുപോലെ തന്നെ കളറിങ് ബുക്സും. പിന്നെ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ പോയപ്പോഴത്തേനും ഒരുപാട് 6 പീസ് 4 പീസ് അങ്ങനെയൊന്നുമല്ല, സിംഗിൾ പീസസ് ആയിട്ട് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയ 1-2 പ്ലേറ്റ്സ് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇനി ഉള്ള സെർവിങ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് നിങ്ങൾ ഈ പ്ലേറ്റ് കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഒരു ബ്ലാക്ക് കളർ പ്ലേറ്റ് എനിക്ക് വേണം എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊന്നും നമുക്ക് വലിയ പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ട് പുതിയ 1-2 ജോഡി ടീഷർട്ട്സും അതുപോലെ തന്നെ സൈറാക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്സും ലെഗിൻസും ജീൻസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മക്കൾക്ക് പുതിയ ഡ്രസ്സുകൾ ഇടിയിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ്. അപ്പം ഓരോരോ കാര്യങ്ങൾ ഞാൻ എടുത്തു വെക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഹാളിൽ ഞാനിങ്ങനെ ടേബിളിലൊക്കെ നിരത്തി അങ്ങ് ഇട്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും മടക്കി ഒതുക്കി മാറ്റാനായിട്ട്. അപ്പം ഇന്നും നാളെ 2 ദിവസമുള്ളൂ. പിന്നെ ഒരുപാട് തുണി അലക്കാൻ കിടക്കുന്നുണ്ട്. പല ബാച്ചായിട്ട് ഒരുപാട് തുണി അലക്കാൻ കിടപ്പുണ്ട്. സാറാനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ സാറ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള നമ്പറാണ്. അപ്പോൾ വായിൽ ഫുഡും വെച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറയാണിത്. അപ്പോൾ ഫുഡും വെച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ച് വെച്ചാണ് വിടുന്നത്. അപ്പോൾ എന്താണേലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സാറ പോയി. അവളുടെ ബസ്
ഫസ്റ്റ് ടൈമായി. അതിനുശേഷം ഞാൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പം ഞാനൊരു 4 മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുക്കറിൽ വെച്ചു. അതിനുശേഷം പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി വെക്കാനാണ് പരിപാടി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നുള്ളൂ. പിന്നെ പുറത്ത് പോകുന്നതുകൊണ്ട് ഡിന്നർ ഇപ്പം വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഡിന്നർ നമ്മൾ ഇനിയിപ്പോൾ 1-2 ദിവസങ്ങളിലൊക്കെ പുറത്തുനിന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ പുറത്തുനിന്ന് തന്നെ മാക്സിമം അകത്ത് തന്നെ കുക്ക് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഈസി പീസി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മുട്ടക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ കുക്കർ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ആവശ്യത്തിന് ഇത് കുറച്ച് നേരം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കരിയാപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക്, സവോള, തക്കാളി, ഉപ്പ് ഒക്കെ ചേർത്ത് കുറച്ച് കൂടുതൽ നേരം കുക്കർ തുറന്ന് വെച്ച് നമ്മൾ വഴട്ടും. അതിന് ശേഷം എന്ത് ചെയ്യും, അടച്ച് വെച്ച് വിസിൽ കേൾപ്പിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പത്തിരി പാക്കറ്റ്സ്, നമ്മുടെ കയ്യിൽ 2-3 പത്തിരി പാക്കറ്റ്സ് ഉണ്ട്. ലെഫ്റ്റ് ഓവർ ഐറ്റംസാണ്. ഫ്രിഡ്ജ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1-2 ദിവസങ്ങളിൽ ഈ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് മാക്സിമം തീർക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സാധനം വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു ഐറ്റം, ഒരു ഫുഡ് ഐറ്റവും ഞാൻ വേസ്റ്റ് ആക്കുന്ന ഒരാളല്ല. അതൊരു ചെറിയൊരു വെജിറ്റബിൾ ആണെങ്കിൽ പോലും, ഒരു ചെറിയൊരു പീസ് വെജിറ്റബിൾ ആണെങ്കിലും അതിലപ്പം അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും എന്തായിരിക്കും, നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് വെച്ചിട്ട് അത് തീർക്കാനായിട്ടുള്ള രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മുട്ടക്കറി ഇന്ന് വെച്ചതുകൊണ്ട് തന്നെ ഈ മുട്ടക്കറി എന്ന് പറയുന്നത് ഞാൻ ലഞ്ചിനെടുക്കും, അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെടുക്കും, ഇനിയിപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിനെടുക്കും. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് കുറച്ച് കൂടുതൽ സവോളയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കുക്കറിലെ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. പൊടികളായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ഇച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ. കാരണം ഞാൻ 3-4 വിസിൽ കേൾപ്പിച്ച് സവോള മാക്സിമം ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു. ഈ കുക്കർ മുട്ടക്കറി എന്ന് പറയുന്നത് നമുക്ക് ടൈം ഇല്ലാത്ത സമയത്ത് വളരെ സൂപ്പറായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് ഇതെന്ന് പറയുന്നത്. മുട്ടക്കറി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ടൈം എടുത്ത് വെച്ച മുട്ടക്കറി ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ 5 മിനിറ്റ്സ് വെക്കുന്ന മുട്ടക്കറി ഇതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പെട്ടെന്ന് നമ്മുടെ ചായ നമുക്ക് 2 പേർക്കുള്ള ചായ ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ട് ചായ വെക്കുകയാണ്. അതിനുശേഷം പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ മുട്ടക്കറിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ പെട്ടെന്ന് അടിച്ചെടുക്കുകയാണ്. തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതാണ് ഇന്നത്തെ മുട്ടക്കറിക്ക് ചേർക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ 1-2 ബോക്സ് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നെക്സ്റ്റ് ദിവസങ്ങളിൽ തേങ്ങാപരമായിട്ടുള്ള ചമ്മന്തി അരക്കലും തേങ്ങ അരച്ച് കൂട്ടി വെക്കലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസും എല്ലാം ആയിരിക്കും. കാരണം തേങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്പയറി എന്ന് പറയുന്നത് 3 ഡേയ്സോ 2 ഡേയ്സോ അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം മുന്നോട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബിസി ആണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഇടയിൽ ടൈം കണ്ടെത്തി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഇക്കാക്ക് ഇന്ന് ഓഫീസിൽ പോകണം. അപ്പം ഇക്കാനെ ഓഫീസിൽ വിടണം. അതുകൊണ്ടും അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയത് നമ്മൾ മുട്ടക്കറിയിലേക്ക് ഇടുകയാണ്. അതിന് ശേഷം തേങ്ങ നന്നായിട്ട് അരച്ച് തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം സ്ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി മുട്ടക്കറി, വെറുതെ പറയുന്നതല്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഇത് പത്തിരിയുടെ കൂടെയാണ് എടുത്തത്. അടിപൊളി കോമ്പിനേഷനാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, കൈറൊട്ടിയുടെ കൂടെ, നൈസ് പത്തിരിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെയും ഒരേപോലെ പോകുന്ന അടിപൊളിയായിട്ടുള്ള വളരെ വെരി ടേസ്റ്റി യമ്മി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. പിന്നെ പത്തിരി എന്ന് പറയുന്നത് 2 പാക്കറ്റ് പത്തിരി, അതായത് 20 പത്തിരി ഇപ്പോൾ ചുട്ടെടുത്തേക്കാണ്. കാരണം ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല, കാരണം ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിയാറായല്ലോ. അപ്പോൾ ചുട്ട് കാസ്ട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ സാറ ഞങ്ങളൊക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടൈമിലൊക്കെ കഴിച്ചോളും. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് പോയി കഴിഞ്ഞാൽ അത് വെറുതെ എടുത്ത് വേസ്റ്റാക്കി കളയേണ്ടി വരും. അപ്പോൾ ഇത് ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരി, വളരെ ടേസ്റ്റി
ആയിട്ടുള്ള മുട്ടക്കറി, നല്ല അടിച്ച് പതപ്പിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ചായ. അപ്പോൾ അതാ ഇക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇക്ക അപ്പോൾ കഴിക്കട്ടെ. ഇക്കക്ക് പോകാനുള്ള സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പീഡിലാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കഴിക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളും എല്ലാം. അതാകുമ്പോൾ ധൃതിയൊന്നുമില്ലാതെ റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് ടി വി ഒക്കെ വെച്ച് നമുക്ക് ചൂട് ചായയൊക്കെ ഊതി കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പോൾ ആസ്വദിച്ച് കഴിക്കുന്ന എനിക്ക് ആസ്വദിച്ച് കഴിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം തിരക്കൊക്കെ കഴിഞ്ഞ് പയ്യല്ലേ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഇക്ക ഓഫീസിൽ പോയി അതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള എൻ്റെ ചൂട് ചായയും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള അടിപൊളി മുട്ടക്കറിയും. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചായിരുന്നു, എൻ്റെ ഒരു പുതിയ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. 1-2 പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ട് എടുത്തില്ല, സിംഗിൾ പീസുകളാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് നോക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിംഗിൾ പീസസ് കാണുമ്പോഴത്തേനും ഞാനത് എടുക്കുകയാണ്. അപ്പോൾ ഇതാ എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാനൊരു 3 നൈസ് പത്തിരിയാണ് എടുക്കുന്നത്. 3 നൈസ് പത്തിരിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി യമ്മി മുട്ടക്കറി. അപ്പോൾ ഈ മുട്ടക്കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണെന്ന് കണ്ടാൽ അറിയാമല്ലോ. കാണുന്ന പോലെ തന്നെയാണ്, കാണുന്നതിനേക്കാളും നല്ലതാണ്. അടിപൊളി, ഞാൻ പ്രതീക്ഷയിലും ടേസ്റ്റി ആയിരുന്നു, യമ്മി ആയിട്ടുള്ള അടിപൊളിയായിരുന്നു. അപ്പോൾ പത്തിരിയുടെ കൂടെയൊക്കെ അത് കുതിർത്തിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മൗത്ത് വാട്ടറിങ്, അതായത് നമ്മൾ അലിഞ്ഞ് എന്താ പറയുക പോകുക എന്ന് പറയല്ലേ, അതുപോലെ അത്ര സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. നൈസ് പത്തിരിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്കൊരു കോളും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ചൂടോടെ കഴിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്കൊരു കോൾ വന്നപ്പോഴത്തേനും പത്തിരി അങ്ങ് കുതിർന്ന് പോയതാണ്. എങ്കിലും ചൂടൊക്കെ തന്നെ ഉണ്ടൊന്നും ആറിയിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് യമ്മി എൻ്റെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്താണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, എൻ്റെ സാറാടെ സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ. അതുപോലെ തന്നെ നല്ല തിരക്ക് പിടിച്ചപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് ശേഷം ലഞ്ചിൻ്റെ പ്രിപ്പറേഷനുണ്ട്. അത് ലഞ്ചൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ഒന്ന് പുറത്തേക്ക് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 2 ഡേയ്സ് ഉള്ളൂ, 2 ഡേയ്സേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ടിക്കറ്റ് എടുക്കും, പെട്ടെന്നുള്ള ഒരു പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഓട്ടവും ധൃതിയും കാര്യങ്ങളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.